എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കാണാത്ത ഒരു സവിശേഷതയാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ കേരളത്തിലുള്ളത്. ഒരുപാട് ഗ്രൂപ്പുകൾ ചേർന്നതാണ് ഈ പാർട്ടി. അത് കേരള ഘടകമായാലും കേന്ദ്ര ഘടകമായാലും. ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ AK ആൻ്റണി തുടങ്ങിയവർ മുഖ്യമന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പും അവരുടെ ചില ഗ്രൂപ്പുകൾ, ജോസഫ് ഗ്രൂപ്പ്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകൾ, കേരള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളൊക്കെ കോൺഗ്രസ്സിൽ നിലനിന്നിരുന്നു. ആ ഗ്രൂപ്പുകൾ പിന്നീട് പിളരുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി മാറി കേരള കോൺഗ്രസ്. അതിനുശേഷം ഉമ്മൻചാണ്ടി, AK ആൻ്റണി തുടങ്ങിയവർ അല്ലാതെ മറ്റ് പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, VD സതീശൻ ഗ്രൂപ്പൊക്കെ പുതുതായി വന്നതാണെങ്കിലും അത് പഴയ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെയും ഗ്രൂപ്പുകൾ പിളർന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ്സിനിപ്പോൾ പഴയതുപോലെ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമായി വരുന്നുണ്ട്. അതിലൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ചില പെൺ വിഷയങ്ങൾ, ചില പീഡന വിഷയങ്ങൾ, ചില പരാതികളൊന്നും വന്നിട്ടില്ല എങ്കിലും അത് ജനങ്ങളുടെ ഇടയിൽ വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളാണ്. അതിൻ്റെ പല വോയിസ് ചാറ്റുകളും ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇനി ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം കാണിക്കേണ്ടിയിരുന്നത്, രാഹുൽ മാങ്കൂട്ടം പൊതുവെ ഒരു ബുദ്ധിജീവിയായ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത്. വളരെ ജനപ്രീതി സമ്പാദിച്ച ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ. ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നു വരാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സാഹചര്യമല്ല. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് അത് കിട്ടി. അപ്പോൾ ആ ബുദ്ധിയുണ്ട്, സ്വയം ബുദ്ധിയുണ്ട് എന്ന് വിചാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഈ ഒരു വിഷയം വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതാണ്. അല്ലെങ്കിൽ ഇത് കോൺഗ്രസ്സിലെ പല മുതിർന്ന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ആൾക്കാരാണ്. അവരിത് വളരെ സമന്വയത്തോടുകൂടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും നാണക്കേട് സമൂഹത്തിൽ വരില്ലായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വലിയ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. പകരം രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതിലൊരു പ്രതിവിധി കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം ഇടപെട്ട് ഇപ്പോൾ ഈ പീഡന വിവരം അല്ലെങ്കിൽ ഈ ഒരു ഉപദ്രവം ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് നടത്തുകയോ ചെയ്യുകയാണ് നല്ലത്. പ്രത്യേകിച്ച് ഒരു കേസ് ആ പെൺകുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഭാവി തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. ആരും കാണില്ല. രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും നമ്മൾ ആപത്ത് കാലഘട്ടത്തിൽ നമുക്ക് ആരുടെ തുണയും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവാണ് ഒരു ബുദ്ധിമാൻ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ആരോപണം അത് സെറ്റിൽ ചെയ്ത് വിവാഹം കഴിക്കുകയോ അതിലൊരു സമന്വയ തീരുമാനം എടുക്കുകയോ ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവിക്ക് വളരെ നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനിയും വളരെ വ്യക്തമായി അറിയാവുന്ന അറിവുകളുമായി ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.